ഹായ്. ഞാൻ ഈ അടുത്തിടെ വായിച്ച വളരെ യുണീക്കായ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര് ദ കുക്കിംഗ് ഓഫ് ബുക്സ് ബൈ രാംചന്ദ്ര ഗുഹ. രാംചന്ദ്ര ഗുഹ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും. ഇന്ത്യ കണ്ട മോഡേൺ ഹിസ്റ്റോറിയൻസിൽ വളരെ റിനൗണ്ടായ മോഡേൺ ഹിസ്റ്റോറിയൻസിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന പുസ്തകമാണ് മോഡേൺ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയുടെ റെഫറൻസ് ബുക്കായിട്ട് പലരും സജസ്റ്റ് ചെയ്യുന്നത് തന്നെ. അദ്ദേഹം അതല്ലാതെ വേറെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് വെൽ റിനൗണ്ട് അക്കാഡമിഷ്യനാണ് ആക്ച്വലി അദ്ദേഹം. ഈ പുസ്തകം എന്തുകൊണ്ട് ഇത് യുണീക്കാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓതറെ മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ടച്ച് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ പുസ്തകത്തിൻ്റെ കവർ ഡിസൈനറെ നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷേ പുസ്തകത്തിന് എഡിറ്റർ എന്ന് പറഞ്ഞൊരാളുണ്ട്. ആൻഡ് ഈ എഡിറ്റർ ഇസ് കംപ്ലീറ്റ്ലി ഗോസ്റ്റ്. ആക്ച്വലി ഒരു പുസ്തകം നമ്മൾ വായിക്കുന്ന ആ വായന അനുഭവം ഉണ്ടാക്കി തരുന്നതിൽ എഡിറ്ററിൻ്റെ റോൾ വളരെ വലുതാണ്. ഒരു നല്ല എഡിറ്റർക്ക് വേണമെങ്കിൽ ഒരു മോശം മാനുസ്ക്രിപ്റ്റിനെ ഒരു നല്ല പുസ്തകമാക്കി വരെ മാറ്റാൻ സാധിക്കും. ഈ പർട്ടിക്കുലർ പുസ്തകം എന്ന് പറയുന്നത് ദ കുക്കിംഗ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന ഈ മെമ്മോയർ രാംചന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് എഡിറ്ററായ മിസ്റ്റർ റുക്കുൺ അദ്വാനിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ഈ കംപ്ലീറ്റ് പുസ്തകം റുക്കുൺ അദ്വാനിയും രാംചന്ദ്ര ഗുഹയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇവർ രണ്ടുപേരും പഠിച്ചത് ഒരു കോളേജിലാണ്, സെൻറ്റ് സ്റ്റീഫനിലായിരുന്നു. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. ആൻഡ് റുക്കുൺ ഇന്ത്യ കണ്ട ഇപ്പോഴത്തെ വളരെ ഫേമസ് ആയ ഒരു അക്കാഡമിക് എഡിറ്ററാണ്, അക്കാഡമിക് ബുക്കുകളുടെ എഡിറ്ററാണ്. ആൻഡ് രാംചന്ദ്ര ഗുഹ ഇന്ന് കാണുന്ന രാംചന്ദ്ര ഗുഹ ആയി മാറിയതിൽ റുക്കുണിൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഹ്യൂജാണ്. ആൻഡ് അത് അക്നോളജ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് രാംചന്ദ്ര ഗുഹയ്ക്ക് ഒരു മടിയും ഇല്ല എന്നതാണ് വലിയൊരു കാര്യം. ഈ കംപ്ലീറ്റ് പുസ്തകം ഇവർ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു, ഇവരുടെ ഓവർ ദി ഇയേഴ്സ് നടന്നിട്ടുള്ള കോൺവേഴ്സേഷൻസ്, അതുപോലെ തന്നെ എങ്ങനെ ഇദ്ദേഹത്തെ രാംചന്ദ്ര ഗുഹയെ റുക്കുൺ മോൾഡ് ചെയ്തു എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ പുസ്തകം. ഓൾസോ ഇന്ത്യൻ അക്കാഡമിക് ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും ഒരു നല്ലൊരു പേഴ്സ്പെക്റ്റീവ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ലൈക്ക് ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, നിങ്ങൾക്ക് പുസ്തകങ്ങളെക്കുറിച്ച് വളരെ ഡിഫറൻ്റായ ഒരു പുസ്തകം വായിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്ന പുസ്തകമാണ് ദ കുക്കിംഗ് ഓഫ് ബുക്സ് ബൈ രാമേന്ദ്ര ഗുഹ. എലിമെൻ്ററി ഇംഗ്ലീഷ് അല്ല, കുറച്ച് അഡ്വാൻസ് ലാംഗ്വേജ് ആണ്. പക്ഷേ വൺസ് യു ഗെറ്റ് ദ ഫ്ലോ ഒരു സ്മൂത്തായിട്ട് വായിച്ച് തീർക്കാൻ പറ്റും. ആൻഡ് ജസ്റ്റ് 250 പേജേ ഉള്ളൂ, പെട്ടെന്ന് വായിക്കുകയും ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു ഗൈസ്. ഐ റെക്കമെൻഡ് ദിസ്. ഓക്കെ, ബൈ.